സഹൃദയ കലാസ്നേഹികളെ വാഴ 2 കണ്ടു. പ്രത്യേകിച്ച് 90s കിഡ്സിന് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മൾ ലൈഫിലൊക്കെ നടന്നിട്ടുള്ള മിക്കുള്ള ഒരു 90% ബോയ്സിന് നടന്നിട്ടുള്ള മിഡിൽ ക്ലാസ് ഫാമിലിയിലൊക്കെ ജനിച്ചു വളർന്ന ആൾക്കാരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങൾ കോർത്തിണക്കി ഇറക്കിയ ഒരു സിനിമയാണ്. വാഴ ഫസ്റ്റ് എങ്ങനെയാണോ കാണുന്നത് അതേ ഒരു ടെംപ്ലേറ്റിനാണ് ഈ സിനിമ എടുത്തേക്കുന്നത്. അതിന്റെ റൈറ്റർ തന്നെയാണ് ഇതിന്റെ റൈറ്റർ. ഡയറക്ഷൻ സവിൻ സാൻ പറഞ്ഞ ഒരു പുതിയ ആളാണ്. ഒരു വിഷൻ ഉണ്ട് അയാൾക്ക്. ഈ പിള്ളേരെ വെച്ച് എങ്ങനെ ഇത് ചെയ്യണമെന്ന് അങ്ങനെ കൃത്യമായി അറിയാം. അവരുടെ ഫാൻ ബേസിനെ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. മേ ബി ഇത് ടാർഗറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസ് ജെൻസി പിള്ളേരൊക്കെ ആയിരിക്കാം, കാരണം അവർക്ക് അങ്ങനത്തെ ഒരു സപ്പോർട്ട് ഉണ്ട്. പക്ഷേ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും കണക്ട് ആവുകയും ചെയ്യും. ഫാമിലിയായിട്ട് പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ. ഒരുപാട് സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള സാധനമാണ്. പൊളിറ്റിക്സ്, ഡ്രഗ്സിന്റെ കുറച്ച് ഇഷ്യൂസ്, ബാഡ് പാരന്റിങ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ചർച്ച ചെയ്ത് അവിടെ എവിടെയും തട്ടിയതൊക്കെ പോകുന്നുണ്ട് സിനിമയ്ക്കകത്ത്. വന്നിട്ടുള്ള എല്ലാ ക്യാമിയോസും കഥാപാത്രംസും ഒക്കെ പൊളിച്ച് പോയിട്ടുണ്ട്. കുറച്ച് പാർട്സ് മാത്രം ഉള്ളെങ്കിലും എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ കാണുന്നുണ്ട് ഇതിൽ ഏതാണ് മികച്ച നടൻ, ആരാണ് മികച്ച കോമഡി കൈകാര്യം ചെയ്യുന്ന ആറ്. ഈവൻ ഹാഷറിന്റെ ഉയരം വരെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും എടുത്തിട്ടേക്കുന്നത് ഇത്ര ഉയരം ഉണ്ടെന്നൊക്കെ. നിങ്ങൾ എന്തിനാണ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവരൊരു ഫസ്റ്റ് സിനിമയിലുണ്ട് കയറി അങ്ങ് വളർന്നു വരുന്ന പയ്യന്മാരാണ്. അവന്മാർക്കൊന്ന് അവരെ പ്രോത്സാഹിപ്പിക്കാതെ അതും ഇതും വാരിയിട്ട് അവരെ കമ്പയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് അതൊരു മോശം പരിപാടിയാണ്. നമുക്ക് അസൂയ മൂത്ത് ആണ് ഇങ്ങനെ ചെയ്യുന്നത്. അവരൊന്നും ആസ്വദിക്കാൻ, അവർക്കൊന്നും സമാധാനമായിട്ട് ആസ്വദിക്കാനുള്ള സമയം പോലും കൊടുക്കുന്നില്ല. അവരെ ടെൻഷനാവും ഇത് കാണുമ്പോൾ തന്നെ. ആൾക്കാർ ഇത്രയും ഇങ്ങനെ ആക്കുന്നുണ്ടോ, അവിടെ കമ്പാരിസൺ, ഇവരെ കമ്പാരിസൺ, മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ആവശ്യമില്ല. സിനിമ എൻജോയ് ചെയ്യുക. അവർ നല്ല നാച്ചുറലായിട്ട് ആക്ട് ചെയ്യുന്ന പിള്ളേരാണ്. റീലിൽ നിന്ന് ഒരു വലിയ ബിഗ് സ്ക്രീനിലായിട്ട് വരുമ്പോഴത്തേക്കും അവർ അതിൻ്റെതായ ക്വാളിറ്റി നിലനിർത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ചിലപ്പോൾ പല റിയൽ ക്രിയേറ്റേഴ്സ് നമുക്ക് സിനിമയിലോട്ട് വരുമ്പോഴത്തേക്കും അവരൊന്ന് സ്ട്രഗിൾ ചെയ്യാം. പക്ഷേ എനിക്ക് ഇതൊന്നും തോന്നിയില്ല. അവർ വളരെ അനായാസമായിട്ടും ചെയ്തേക്കുന്ന ഒന്നാമത്തെ കാര്യം അവർ ഫ്രണ്ട്സ് ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. അവരുടെ എല്ലാ ഫ്രണ്ട്സ് തന്നെയാണ്. പിന്നെ റീൽ തന്നെ ഉള്ള വേറെ ഒരുപാട് പേരിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ബിജുക്കുട്ടൻ്റെ കഥാപാത്രത്തെ എല്ലാവരും പ്രശംസിക്കുന്നുണ്ട്. ശരിയാണ്, പുള്ളി ബിജുക്കുട്ടൻ നമ്മളുള്ള കഥാപാത്രം, അതായത് ഇമോഷണലി കുറച്ച് ഹെവി ആയിട്ടുള്ള സീൻ ചെയ്തേക്കുന്നത് എനിക്ക് തോന്നുന്നു. ആ ഇമ്പാക്ട് ഉള്ള സീൻ ചെയ്തേക്കുന്നത് കൂടുതലും വിനായകാണ്. വിനായക് അത് കിടിലമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവരുടെ റീൽ കാണുമ്പോൾ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത് വിനായകനെയും അലനെയാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഹാഷറീസ് ലൈക്ക് എല്ലാവരും നല്ലതാണ്, എല്ലാം പക്ഷേ ഞാൻ പേഴ്സണലി വിനായകനെയും അലനെയും ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഇതിനകത്ത് അജിൻ ബ്രോ ആക്ച്വലി റീലിൽ ഞാൻ പലപ്പോഴും ഇവരെ അധികം അങ്ങനെ ശ്രദ്ധിക്കാറില്ലെങ്കിൽ ഈ സിനിമയ്ക്കകത്ത് പുള്ളി നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന ഒന്ന് രണ്ട് സീനൊക്കെ, ഡയലോഗൊക്കെ ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് ഡയലോഗ് പറയുന്ന സാധനങ്ങളൊക്കെ എല്ലാവരും വളരെ മികച്ച തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുപടി പല രീതിയിലും നമ്മൾ ഹാഷറും ടീമും എന്ന് പറയുമെങ്കിൽ പോലും ബാക്കിയുള്ള കൂടുതൽ ആൾക്കാരും ഓരോരോ സ്ഥലങ്ങളിൽ ഹാഷറിനേക്കാളും കൂടുതൽ ഇതിനകത്ത് സ്കോർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പെർഫോമൻസിന്റെ കാര്യത്തിൽ ഇവർ മൂന്നുപേരും നല്ലപോലെ നമുക്ക് ഒരു തരത്തിൽ പോലെ ബോറടി തരാത്ത ന്യൂ കമേഴ്സ് ആണെന്ന് അങ്ങനെ ഒന്നും ഫീൽ ചെയ്യാത്ത രീതിയിൽ സിനിമ അവർ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. കോമഡീസ് എല്ലാം വർക്ക് ആയിട്ടുണ്ട്. ഇമോഷണൽ സീൻസ് എല്ലാം വർക്ക് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് കോമഡിയും സെക്കൻഡ് ഹാഫ് കൊണ്ട് ഇമോഷണൽ സീനും ആക്കിയിട്ടുണ്ട്. ഇമോഷണൽ സീനെല്ലാം നമുക്ക് പേഴ്സണലി കണക്ട് ആവുകയും ചെയ്യും. പിന്നെ വിജയ് ബാബുവിന്റെ പെർഫോമൻസ് വളരെ കിടിലായിരുന്നു കേട്ടോ. അതിനകത്ത് ഞാൻ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്. അൽഫോൺസ് പുത്രം വന്നിട്ടുണ്ട്. അൽഫോൺസ് കുറച്ച് വന്നിട്ടുണ്ടെങ്കിൽ പുള്ളി ഒന്ന് പൊളിച്ചു പോയിട്ടുണ്ട്. ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, എനിക്ക് പുള്ളിയുടെ പേരറിയില്ല, ബിജുക്കുട്ടന്റെ ചേട്ടനായിട്ട് അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. പുള്ളി കുറച്ച് ഭാഗങ്ങളിൽ ഉള്ളൂ, പക്ഷെ വന്ന് നല്ല കിടിലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ കോമഡി സാധനങ്ങൾ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. പക്ഷേ ഇതിനകത്ത് സീരിയസ് ആയിട്ട് ഒന്ന് രണ്ട് സീൻ ചെയ്യുന്നുണ്ട്. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമ, എൻജോയ്.